അസുരതാണ്ഡവം സീസൺ 2. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അമർനാഥ്. തൻ്റെ പേര് പറയുമ്പോൾ അവൻ്റെ മിഴികൾ അവളിലേക്ക് മാത്രമായി ചെന്ന് നിന്നു. തന്നിലേക്കുള്ള അവൻ്റെ നോട്ടം കണ്ടെങ്കിലും അതൊന്ന് കണ്ട പാമ്പ് പോലും നടിച്ചില്ല അവൾ. പിന്നീട് ക്ലാസ്സിലെ ഓരോരുത്തരും തങ്ങളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ തുടങ്ങി. പേരും സ്ഥലവും പറയുമ്പോൾ നന്ദു അവൻ്റെ മുഖത്ത് തിളക്കം കണ്ടു. അവനിൽ നിന്ന് തന്നെ മിഴികളെ വേഗം മാറ്റി. അന്നത്തെ ദിവസം സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ നിന്നില്ല. കുറച്ച് ടൈം നിന്ന് അവനും പുറത്തേക്ക് പോയി. ഈ നന്ദു, അങ്ങേര് പോകുമ്പോഴും ഇടയ്ക്കൊക്കെ നിന്നെ വല്ലാതെ നോക്കുന്നുണ്ടല്ലോ. ഈ സുന്ദരി അങ്ങേർക്ക് വല്ലാതെ പിടിച്ചെന്ന് തോന്നുന്നു. ഒന്ന് പോയെന്റെ ഗൗരി, എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. ഒരൊഴുക്കമട്ടിൽ പറഞ്ഞു നന്ദു അവളെ ഒന്ന് തുറച്ചു നോക്കി. ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി. നന്ദുവും ഗൗരിയും ധനുഷും വലിയ കൂട്ടായി. അമറിന്റെ തന്നിലേക്കുള്ള നോട്ടവും ഭാവവുമെല്ലാം ആദ്യമൊന്നും കാര്യമാക്കിയില്ല നന്ദു. എന്നാൽ ഇടയ്ക്കിടയ്ക്കുള്ള അവന്റെ നോട്ടം മറ്റു കുട്ടികൾക്കും സംശയങ്ങൾ നിറഞ്ഞു തുടങ്ങി. അച്ഛനെയും അമ്മയും ടെൻഷൻ ആക്കേണ്ടെന്ന് കരുതി ഈ കാര്യമൊന്നും നന്ദു കീർത്തിയോടും നന്ദനോടും പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഗൗരിയും കൂട്ടി ലൈബ്രറിയിലേക്ക് പോവുകയായിരുന്നു നന്ദു. ശ്രീനന്ദ, പുറകിൽ നിന്ന് അമർനാഥിന്റെ ശബ്ദം കേട്ട് ഇരുവൻ തിരിഞ്ഞു നോക്കി. ശ്രീനന്ദ, എനിക്ക് തന്നോട് കുറിച്ച് സംസാരിക്കണം. നന്ദു ഗൗരിയെ നോക്കി. സാറ് പറഞ്ഞു സാറേ, ഞങ്ങൾ കേട്ടോളാം. അവനെ നോക്കിക്കൊണ്ട് ഗൗരി ഉറക്കെ പറഞ്ഞു. ആക്ച്വലി എനിക്ക് ശ്രീനന്ദയോട് തനിച്ചാ സംസാരിക്കാനുള്ളത്. അതെന്താ സാറേ ഇവളോട് മാത്രം? അമറിനെ നോക്കി കളിയായിക്കൊണ്ട് ചോദിച്ചു ഗൗരി. ഗൗരി മിണ്ടാതിരി, നീ ചെല്ല്, ഞാൻ വരാം. അവളുടെ കയ്യിൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നന്ദു. നന്ദു പറഞ്ഞു. അവളൊരു കള്ളച്ചിരിയോടെ നടന്നു നീങ്ങി. നന്ദു അവനിലേക്ക് മിഴികൾ പായിച്ചു. സർ, സാറിനെന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ സാറിനൊന്ന് കണ്ട് സംസാരിക്കണമെന്ന് കരുതി നിൽക്കുമായിരുന്നു. സാറിന് എൻ്റെ മേളിൽ ഈ നോട്ടവും ഭാവമെല്ലാം കുട്ടികൾ വേറെ അർത്ഥത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് സാറ്. അത്രയും പറഞ്ഞ് മിഴികൾ നിലത്തേക്ക് വായിച്ചു അവൾ. അങ്ങനെ ഒരർത്ഥത്തിൽ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യമാണ് ശ്രീനന്ദ. അവന്റെ വാക്കുകൾ ഞെട്ടലോടെ അതിലേറെ പകപ്പോടെ അവൻ ഉറ്റുനോക്കി അവൾ. താനിങ്ങനെ നോക്കൊന്നും വേണ്ട, സത്യം. അന്ന് ആദ്യമായി താൻ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ അന്ന് തന്നെ കണ്ടപാടെ തൻ്റെ മനസ്സിൽ കയറിയതാ. ഒരധ്യാപകന് പറയാൻ പറ്റുന്ന കാര്യമില്ലെന്നറിയാം. എന്നാലും തുറന്നു പറയാം, എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു പൈങ്കിളി പ്രണയമൊന്നുമില്ല. താലി ചാർത്തി ഈ അമർനാഥിൻ്റെ പാതിയാക്കാൻ താൻ ഒറ്റയടിക്കും മറുപടി പറയണ്ട. പക്ഷേ അധികം വൈകാതെ എനിക്കൊരു ഉത്തരം വേണം. അത് പോസിറ്റീവാകുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. സർ, ഞാൻ വേണ്ട, ഒറ്റയടിക്ക് താൻ എടുത്തേടി മറുപടി പറയണ്ട. നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നന്ദുവിന് എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഇഷ്ടം ആരോടും തോന്നിയിട്ടില്ല. എന്തിന്? സാറിന് നോട്ടത്തിലെല്ലാം സംശയം തോന്നിയെങ്കിലും സാറിനോട് ഇതുവരെ മറ്റൊരത്തിലൊരു ഇഷ്ടവും തോന്നിയിട്ടില്ല. എടോ, താനിങ്ങനെ ടെൻഷനായി നിൽക്കുന്നു വേണ്ട. താൻ ലൈബ്രറിയിലേക്ക് ഇറങ്ങിയല്ലേ, ചെല്ല്. ഞാൻ ചോദിച്ചുള്ള ഉത്തരം പിന്നീട് തന്നാൽ മതി. വേണം എന്നെ കുറിച്ചൊരു വലിയ എൻക്വയറി കൂടി നടത്തിക്കോ. അപ്പോൾ ശരി, മറുപടി ഒരുപാട് വൈകില്ലെന്ന് കരുതുന്നു. പോട്ടെ. ഒരു ചിരിയോടെ അവൾ നോക്കി പറഞ്ഞുകൊണ്ട് അമർനാഥ് വരാന്തയിലൂടെ നടന്നു നീങ്ങി. ആ അന്തസ്! അധ്യാപകൻ സ്റ്റുഡന്റിനെ പ്രണയിക്കുന്നു. അതൊരു ദിവ്യ പ്രണയം. തള്ളിക്കളയുന്നത് ശരിയല്ല, അല്ലേ ഗൗരി? എല്ലാം കേട്ട് കഴിഞ്ഞ് ധനുഷ് ഗൗരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എടി മോളെ, എന്നാലും നീ വന്ന് കയറിയപ്പോഴെങ്കിൽ നിന്നെ റാഞ്ചിയിലൊടി മോളെ. ഇവൻ പറഞ്ഞ പോലെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. നിന്നെ കണ്ട് നമ്മുടെ ക്ലാസ്സിൽ ആമ്പിള്ളേർ വായി നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഈശ്വര, ഇതിനൊരു സൊല്യൂഷൻ ഞാൻ ചോദിച്ചത് നിങ്ങളോട് തന്നെ ആയിപ്പോയല്ലോ. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിതുവരെ അങ്ങനെയൊന്നും സാറിനോട് തോന്നിയിട്ടില്ല. ആ ബെസ്റ്റ്. എടി മന്ദു, കാണുമ്പോഴേക്കും എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം തോന്നുന്നില്ല. അങ്ങനെ നിന്നെ പ്രപ്പോസ് ചെയ്തു. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അത്രയേ ഉള്ളൂ. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അങ്ങനെ ചാടി കയറി കെട്ടിയേനെ. ഗൗരി പറയുന്ന കേട്ട് നന്ദു വാ പൊളിച്ച് നോക്കി അവളെ. കാണാനും സുന്ദരൻ, പിന്നെ ഒരു അധ്യാപനം കൂടെ. പിള്ളേർക്ക് ട്യൂഷൻ നടത്തിയെങ്കിൽ ഉള്ള കാലം പട്ടിണിയില്ലാതെ കഴിയാം. എടി നീ ഇതെന്തൊക്കെയാ മോളീ പറയുന്നത്? അതിനെന്താ, അവള് പറഞ്ഞൊക്കെ ഉള്ളതല്ലേ. ധനുഷും ഗൗരിയെ ഏറ്റുപിടിച്ച്. ഓ, ഉള്ളത് തന്നെയാ. എനിക്കെന്തായാലും ഒന്നും തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ തോന്നാണെങ്കിൽ തന്നെ ആദ്യം അച്ഛനോട് അമ്മയോട് പറയണം. അയ്യേ, ഇവളെന്താടി ഗൗരി ഇങ്ങനെ? ആ, ഞാനിങ്ങനെയാ. തൽക്കാലം അമർ സാർ ഇപ്പം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ വരുന്നില്ലേ? ബെല്ലടിച്ച് വീട്ടിൽ പോകാതെ ഇവിടെ തന്നെ നിൽക്കുവാണോ? ആ, ദാ വരുന്നടി. ദൈവം എറിയാറിയുന്നവന്റെ കയ്യിൽ ബോൾ കൊടുക്കില്ലെന്ന് പറയുന്നത് വളരെ ശരിയാ, അല്ലേടാ? ഗൗരി ഒരു സ്ഥായി ഭാഗത്തോടെ പറഞ്ഞ് ധനുഷിനെ നോക്കിക്കൊണ്ട് മൂന്നുപേരും ക്ലാസ്സിലേക്ക് ചെന്ന് ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് നടക്കുമ്പോഴും വരാന്തയിലിരുന്ന് തന്നെ നോക്കുന്ന അവന്റെ തിളക്കമാറുന്ന നോട്ടത്തെ അവൾ കണ്ടിരുന്നു. ധനുഷ് ബൈക്ക് എടുത്ത് പോയതും ഗൗരി നന്ദുവരും സംസാരിച്ച് ബസ്സിനകത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ചീറിപ്പാഞ്ഞുകൊണ്ടൊരു ഓടി കാർ വന്നു നിന്നും അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ പാറിപ്പറന്നു. ഗൗരിയും നന്ദുവും തങ്ങളുടെ മുഖം പൊത്തിപ്പിടിച്ചു. ഒന്ന് ശാന്തമായതും പതിയെ കൈകൾ മാറ്റി നന്ദു മുന്നോട്ട് നോക്കി. ഒരു നിമിഷം ചലിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നു അവൾ. അന്ന് താൻ കണ്ട അതേ കാർ, തന്റെ പുറകെ വരാറുണ്ടെന്ന് മതിച്ചേട്ടൻ പറഞ്ഞ അതേ വാഹനം. ഒരു പിടപ്പോടെ നന്ദു കാറിനുള്ളിലേക്ക് നോക്കി. ഇതേ സമയം ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ മലർക്കെ തുറന്നു. ആരെന്ന ഭാഗത്തോടെ ഗൗരിയും നന്ദു ഒരുപോലെ ഉറ്റുനോക്കി.
ബ്ലാക്ക് കളർ കോട്ടും സ്യൂട്ടും കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളി ബ്രേസ്ലെറ്റും വെട്ടിയൊതുക്കിയ ചെമ്പൻ മുടിയും അല്പം മുന്നിലേക്ക് തൂങ്ങിയ തന്റെ മുടി കൈകളാലൊന്ന് മുകളിലേക്ക് ഒതുക്കി വെച്ചു. ഇടത്തെ കൈയിലെ ലിക്കർ ബോട്ടിൽ തന്റെ ചുണ്ടോടടുപ്പിച്ചു. അതിൽ നിന്നൊരു സിപ്പ് എടുത്ത് നന്ദുവിന് നേരെ തിരിഞ്ഞു. ചുവന്ന് തുടുത്ത അവന്റെ ചോരക്കണ്ണുകൾ കാണെ പേടിയോടെ ഗൗരിയുടെ കയ്യിൽ മുഴുക്കെ പിടിച്ചു നന്ദു. തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന അവന്റെ കാലുകൾ നിലത്തുറക്കുന്നില്ലെന്ന് മനസ്സിലായി അവർക്ക്. അടുത്തെത്തിയ മദ്യത്തിന്റെ ഗന്ധം അവളുടെ നാസികയിലേക്ക് തുളഞ്ഞു കയറുന്നുണ്ടായിരുന്നു. തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട ഞൊടിയിടയിൽ അവൾ മുഖം തിരിച്ചു. പെട്ടെന്ന് അവന്റെ കൈകൾ അവളുടെ കൈകൾ പിടുത്തമിട്ടു. ഹേയ് വിട്, എന്തീ കാണിക്കുന്നേ? എന്റെ കയ്യിന്ന് വിട്, നിങ്ങൾ ആരാ? അവന്റെ കൈകളെ വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞെങ്കിലും അവന്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നുകൊണ്ടിരുന്നു. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും നന്ദു എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും അവന്റെ കൈകളെ വിടിവിക്കാൻ ശ്രമിച്ചു. എടോ, താനെന്തീ കാണിക്കുന്നേ? അവിടെ കൈ വിടോ. ഗൗരി അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. ദേഷ്യം ഇരച്ചു കയറിയ നന്ദു തന്നെ കൊണ്ട് കഴിയുന്ന പോലെ അവന്റെ കൈ കുടഞ്ഞു നീക്കി. പെട്ടെന്ന് അവൾ അവന്റെ കവിളിലേക്ക് ആഞ്ഞു വീശി. കവിളിൽ പതിഞ്ഞടിയിൽ തന്റെ ഇരുമിഴികൾ ഇറുകി അടച്ചവൻ ഒരലർച്ചയോടെ നന്ദുവിന്റെ കഴുത്തിൽ പിടിമുറുക്കി അവളെ എടുത്ത് തോളിലിട്ട് കാറിന്റെ ഡോറൊന്ന് അതിലേക്ക് ഇട്ടു. ഗൗരി പുറകെ ചെന്നും അവളെ പിടിച്ച് സൈഡിലേക്ക് തള്ളി ഡ്രൈവിംഗ് സീറ്റ് തുറക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് പുറകിൽ നിന്നുള്ള അമറിന്റെ ചവിട്ടിൽ അവൻ തെറിച്ച് റോഡിലേക്ക് വീണു. അമർ വേഗം ഡോറൊന്ന് നന്ദുവിനെ പുറത്തിറക്കി. പേടിച്ചു വരച്ച നന്ദു അവന്റെ പുറകിൽ അവന്റെ കൈകൾ ഇറുകെ പിടിച്ച് നിന്നു. സർ, കരഞ്ഞുകൊണ്ട് വിളിച്ചവൾ. അമർ ഗൗരിയെ നോക്കി നന്ദുവിനെ കണ്ണു കാണിച്ചു. ഗൗരി ഓടി വന്ന് അവൾ അവിടുന്ന് സൈഡിലേക്ക് മാറ്റി നിർത്തി. നിലത്ത് നിന്നും തലയുയർത്തി അവന്റെ കണ്ണുകൾ അപ്പോഴും അമറിനെ ചേർന്ന് നിൽക്കുന്ന നന്ദുവിലായിരുന്നു. ഗൗരി അവളെ മാറ്റി നിർത്തിയതും അമർ അവന്റെ അടുത്തേക്ക് നടന്നു. ഞൊടിയിടയിൽ ചാടിയണീറ്റ് തന്റെ കൈകളെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഗൗരിയുടെ അടുത്ത് നിൽക്കുന്ന നന്ദുവിലേക്ക് നോട്ടമിട്ടു. ആ കാഴ്ച മറച്ചുകൊണ്ട് അമർ അവന്റെ മുന്നിലേക്ക് കയറി നിന്നു. നീ ആരാ? എന്താ എനിക്ക് വേണ്ടത്? ഞാൻ ആരെയെന്നല്ലോ സാറേ വിഷയം. ദേ, ഞാൻ വന്ന് അവളെ കൊണ്ടുപോവാനാ. അപ്പൊ പിന്നെ എനിക്ക് കൊണ്ടുപോയല്ലേ പറ്റൂ. ഓനെ എന്തു പറയണ നീ? അവളീ അമർനാഥിന്റെ പെണ്ണാ. അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്കടാ. അമറിനെ നോയിക്കൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു അവൻ. ശേഷം നിമിഷ നേരം കൊണ്ട് അവന്റെ മുഖം ചെകുത്താനെ പോലെ വലിഞ്ഞു മുറുകി. അമന് നേരെ കൈ ഉയർത്തിയതും അമർ അവന്റെ കൈകൾ ബ്ലോക്ക് ചെയ്തു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായതും നന്ദുവും ഗൗരി എന്ത് ചെയ്യണമെന്നറിയാതെ വേഗം ക്യാമ്പസിലേക്ക് ഓടി പ്രിൻസിപ്പൽ റൂമിലേക്ക് ചെന്നു. വിവരറിഞ്ഞ അയാൾ പെട്ടെന്ന് പോലീസിൽ വിളിച്ചറിയിച്ചു. രണ്ടുപേരും ഒരുപോലെ ഒരു കുറവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി പെരുമാറി. മദ്യം തലക്കി പിടിച്ചുകൊണ്ട് തന്നെ അമറിന്റെ ആഞ്ഞുള്ള ചവിട്ടിൽ അവൻ നിലത്തേക്ക് മലർന്നടിച്ച് വീണു. പെട്ടെന്ന് പോലീസ് ജീപ്പിന്റെ സൗണ്ട് കേട്ടതും അവൻ നിലത്ത് നിന്നീറ്റ് വേഗം കാറിലേക്ക് കയറി. അതിവേഗതയിൽ വാഹനം എടുക്കുമ്പോഴും അവന്റെ കണ്ണുകൾ നന്ദുവിൽ തറഞ്ഞു നിന്നു. അഗ്നി പോലെ തിളങ്ങുന്ന അവന്റെ കണ്ണിലെ കനൽ എന്തിനു വേണ്ടിയാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല അവൾക്ക്. അവനെ പിടിച്ചെടുത്താൻ നോക്കിയെങ്കിലും അവന്റെ വേഗതയിൽ അതിന് സാധിച്ചില്ല അമറിന്. താൻ പേടിക്കണ്ട, ദേ പോലീസ് എത്തിയിട്ടുണ്ട്. അവന്റെ പേരിൽ നല്ലൊരു പരാതി കൊടുക്കേണ്ട കാര്യമുള്ളൂ. അവൻ ആരാണെന്ന് അറിയുന്നത് എനിക്ക്? ഇല്ല സർ, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നു. സാറില്ല, നിങ്ങൾ വാ. അയാൾ അവരെ ക്യാമ്പസിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവന്റെ മേൽ പോലീസിൽ പരാതിയും കൊടുത്ത് തിരികെ ഇറങ്ങി. തന്റെ കയ്യിലും മുഖത്തും പൊടിഞ്ഞ രക്തം ഒരു ടവൽ കൊണ്ട് തുടച്ചെടുക്കുകയായിരുന്നു അമർ. ആ കാഴ്ച കണ്ടതും നന്ദുവിന് വല്ലാത്ത സങ്കടം തോന്നി. സർ, പറഞ്ഞ പോലെ എല്ലാം എഴുതി കൊടുത്തില്ലേ? സോറി സർ, ഞാൻ കാരണം സാറിന്. ഏയ്, ഇതൊന്നും കുഴപ്പമില്ല. താനെന്തായാലും ഇനിയൊന്നും ശ്രദ്ധിക്കുക. മാക്സിമം തനിച്ച് എവിടേക്കും പോകരുത്. ഒന്ന് മൂളിക്കൊണ്ട് അവനെ നോക്കി നന്ദു. സർ, ഞാൻ മരുന്ന് വെച്ച് തരാം. പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് കോട്ടൺ വാങ്ങി മരുന്ന് വെച്ച് മുറിവിൽ തേച്ച് കൊടുത്തു. എരി വലിച്ചുകൊണ്ടുള്ള അവന്റെ പ്രണയാർത്രമായ അവനെ നോട്ടം കണ്ടതും നന്ദുവിന് എന്തെന്നില്ലാത്ത പരവേശം തോന്നി. മതി എടോ, അത്രയ്ക്കൊന്നുമില്ല, ചെറിയ മുറിവാ. സമയം ഒരുപാടായില്ലേ, തന്റെ ബസ് പോയി കാണാം. ഇനി എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട സർ, ഞാൻ പൊക്കോളാം. വേണ്ട, ഗൗരി കൂടി ഗേറ്റിനടുത്തേക്ക് ചെല്ല്. ഞാൻ കാറെടുത്ത് അങ്ങോട്ട് വരാം. സർ, അത് ശ്രീനന്ദ, നോ എക്സ്ക്യൂസ്. ഇപ്പൊ താൻ എന്നെ ഒരു അധ്യാപനം എന്ന രീതിയിൽ കണ്ടാൽ മതി. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നീ നന്നായി തീരുമാനിച്ചൊരു മറുപടി തന്നാൽ മതിയെന്ന്. അവന്റെ നിർബന്ധത്തിന് മുമ്പിൽ നന്ദു പിന്നെ എതിർത്തില്ല. ശരിയാണ്, ബസ് പോയിട്ടുണ്ടാവും. ഇനി അടുത്ത ബസ് കിട്ടാൻ കാത്തിരുന്നാൽ നേരം ഇരുട്ടും. ഓരോ ചിന്തകളോടെ നന്ദു ഗൗരിയെയും കൂട്ടി ഗേറ്റിനടുത്തായി ചെന്ന് നിന്നു. അല്പം കഴിഞ്ഞതും അമർ തന്റെ കാറും കൊണ്ട് അവരുടെ മുമ്പിൽ വന്ന് നിന്നു. ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് ഇരുവരും കാറിൽ കയറി. അവരുടെ വാഹനം ക്യാമ്പസിൽ നിന്ന് അകന്നു പോയതും പുറത്തെ കാറിൽ നിന്ന് അവന്റെ കൈകൾ സ്റ്റിയറിംഗിൽ വലിഞ്ഞു മുറുകി. ഗൗരി അവിടെ ഹോസ്റ്റലിന് മുമ്പിൽ ഇറക്കി നന്ദുവിന്റെ വീട്ടിലേക്ക് യാത്ര തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവന്റെ മിഴികൾ അവളെ തേടി പോകുന്നുണ്ടെങ്കിലും അരമണിക്കൂർ നീണ്ട യാത്രയിൽ തീർത്തും മൗനമായിരുന്നു അവർക്കിടയിൽ. നന്ദു പറഞ്ഞു കൊടുക്കുന്ന വഴികളനുസരിച്ച് അവൻ വാഹനം ഓടിച്ചു. ഇടയ്ക്കെപ്പോഴും അവരുടെ മിഴികൾ അവനിലെത്തിയതും അവന്റെ കവിളിലെ മുറിവിൽ നിന്ന് പൊടിയുന്ന രക്തം കണ്ടതും വല്ലാത്ത നോവ് തോന്നി അവളിൽ. സർ, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ഈ മുറിവ്
താനിങ്ങനെ പേടിക്കാതെടോ, ഇതൊന്നുമില്ല, നാളേക്ക് ഓക്കെ ആവുന്നേ ഉള്ളൂ. അവൻ പറയുമ്പോഴും അവൾക്കുള്ളിൽ വല്ലാത്ത സങ്കടം തോന്നി. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തും അവൾ കോൾ എടുത്തു. ഹലോ അച്ഛാ. ആ ഇതാ എത്താറായി അച്ഛാ, നമ്മുടെ കവലയിലെത്തി. ഫോൺ വെച്ചത് അമർ ഒരു പുഞ്ചിരിയോടെ നോക്കി അവളെ. അച്ഛനാണോ? വരുന്ന സമയം കഴിഞ്ഞിട്ട് കാണാത്തോണ്ടാ. ആ സാറില്ല, അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം. അമറിന്റെ വാക്കുകൾ മനസ്സിനെ ശാന്തമാക്കും പോലെ തോന്നി നന്ദുവിന്. വീടിന് മുറ്റത്ത് കാർ വന്നിന്നും ഉമ്മറത്ത് നന്ദുവിനെ കാത്തിരുന്ന് നന്ദനും കീർത്തി എഴുന്നേറ്റ് സംശയത്തോടെ നോക്കി. ഡോർ തുറന്ന് നന്ദു പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നന്ദനും കീർത്തി ഒന്ന് മുഖത്തോട് മുഖം നോക്കി. മോളെ നന്ദു, അച്ഛാ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് നന്ദു. അപ്പോഴേക്കും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അമർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഹായ്, ഐ ആം അമർനാഥ്, ശ്രീനന്ദയുടെ അധ്യാപകനാ. ഓ സാറ് വരൂ, അകത്തേക്ക് ഇരിക്കാം. നന്ദൻ അവനെ വിളിച്ച് അകത്തേക്ക് കയറ്റി. കീർത്തി, നീ ചായ എടുക്കുക. ഇപ്പം എടുക്കാൻ നന്ദേട്ടാ. ചായ ഒന്നും വേണ്ട, ഞാൻ നന്ദനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നാ. എന്നാലും ഒരു ഗ്ലാസ്. ഇല്ല, വേണ്ടാത്തോണ്ടാ. ഈ ടൈം കാപ്പി എടുക്കുന്ന ശീലം എനിക്കില്ല. നിങ്ങളുടെ മുഖത്തൊരു വല്ലാത്ത പതർച്ചയുണ്ടല്ലോ, അതൊന്നും വേണ്ട. ആക്ച്വലി കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ഒരു സംഭവം നടന്നു, അതുകൊണ്ട് എനിക്ക് നന്ദയും കൂട്ടി വരേണ്ടി വന്നത്. അമർ പറയുമ്പോൾ നന്ദനും കീർത്തിയും സംശയത്തോടെ നോക്കി. അമർ ഉണ്ടായതെല്ലാവരോടും പറഞ്ഞു. ഒരു നിമിഷം നന്ദന്റെ ശരീരമാകെ വിയർപ്പ് തുള്ളികൾ പൊതിഞ്ഞു. ഏയ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവനിനി വന്നാൽ എന്താ ചെയ്യേണ്ടെന്ന് നന്നായിട്ട് എനിക്കറിയാം. ആള് നന്നായി മദ്യപിച്ച് ലക്കേട്ടാ വന്ന്. നന്ദയോട് ചോദിച്ചപ്പോൾ അവൾക്ക് അങ്ങനെ ഒരാൾ അറിയില്ലെന്നാ പറഞ്ഞ്. ടൈമും വൈകിയതുകൊണ്ടാ അവൾ തനിച്ച് വിടേണ്ടെന്ന് കരുതി ഞാൻ ഡ്രോപ്പ് ചെയ്ത്. നന്ദിയുണ്ട് സാർ, ഒരുപാട്, ഞങ്ങളുടെ മോളെ രക്ഷിച്ചതിന്. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരധ്യാപകൻ പഠിപ്പിക്കാൻ മാത്രമല്ലല്ലോ, കുട്ടികളെ സംരക്ഷിക്കുന്ന കടമയല്ലേ. എന്നാലും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പറഞ്ഞല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഇനി നിന്നാൽ ലേറ്റാവും. ഒരു ചായ പോലും കുടിക്കാതെ. വേണ്ട, പിന്നീടാവും. അല്ല, സാറിൻ്റെ ദേഹത്തെയും മുറിവ്. ഏയ്, അതൊന്നും കാര്യം കണ്ട, ചെറിയ മുറിവേ ഉള്ളൂ. ശ്രീനന്ദ, ഞാൻ ഇറങ്ങുക. ഇതിൻ്റെ പേരിൽ കോളേജിൽ വരാതിരിക്കണ്ട, തന്നെ ആരും ബുദ്ധിമുട്ടിക്കില്ല. ഒരു ചിരിയോടെ അമർ എല്ലാവരെയും നോക്കി ഒന്നുകൂടെ യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി. അമർ പോയതും നന്ദൻ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ, ആരാത്? മോൾക്ക് എപ്പോഴേലും കണ്ട പോലെ തോന്നിയിട്ടുണ്ടോ? ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെ ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും കണ്ടാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു ഹൈ റിച്ച് ഗുണ്ടയെ പോലെ. മദ്യപിച്ചിട്ട് കാലുപോലും നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. ആ പിന്നെ കവലയിൽ മതിച്ചേട്ടൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ പിറകെ ഒരു കാറ് വരാറുണ്ടെന്ന്? ആ കാറ് തന്നെയായിരുന്നു അയാളുടെ. നന്ദു, ഇനി ഒറ്റയ്ക്ക് പോകണ്ട, അച്ഛൻ കൊണ്ടുവിട്ടോളൂ എന്നും. എൻ്റെ അമ്മയെ ഇങ്ങനെ പേടിക്കാൻ നിന്നാലോ? എൻ്റെ കയ്യിൽ പിടിച്ച് അയാൾക്ക് ഇട്ടൊരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ ഈശ്വര, അപ്പോഴേക്കും നീ കയറിയങ്ങ് മാന്തിയുണ്ട് നന്ദു. അല്ലാതെ പിന്നെ അങ്ങനെ ഞാൻ പോയിട്ട് പൂജിക്കണോ? സാരല്ല, കഴിഞ്ഞു. ഏതായാലും കൂടുതലൊന്നും പറ്റില്ലല്ലോ, സമാധാനിക്കാം. മോളിനി കൂടുതൽ ശ്രദ്ധിക്കണം, ഒറ്റയ്ക്ക് എവിടേക്കും പോകരുത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഇല്ല അച്ഛാ, തനിച്ച് എവിടേക്ക് ഞാൻ പോയില്ല. പിന്നെ എങ്ങോട്ടാണെങ്കിലും ബാലുപോലൻ്റെ കൂടെ എപ്പോഴും ഗൗരി ഉണ്ടാവും. ആ, ഇനി കഴിഞ്ഞോർത്ത് പേടിക്കണ്ട. മോളിയൊന്ന് കുളിച്ച് ഫ്രഷ് ആവും. പാവാ സാറ് അവിടെ ഇവിടെ ആയിട്ട് മുറി പറ്റിയിട്ടുണ്ട്. നാളെ കോളേജിൽ ചെല്ലുമ്പോഴേ മാഷിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചെങ്ങനെ നന്ദു. ശരി അച്ഛാ. നന്ദനെ നോക്കിയൊരു ചെറു ചിരിയോടെ നന്ദു അകത്തേക്ക് കയറിപ്പോയി. 2 ദിവസം കടന്നുപോയി. അന്നത്തെ സമ്പത്തിന് ശേഷം ഈ 2 ദിവസം തന്റെ പിറകെ ആരെങ്കിലും വരുന്നതായിട്ടൊന്നും തന്നെ കണ്ടിരുന്നില്ല. ഗൗരിയും ധനുഷുമൊക്കെ ആ കാര്യം പലവട്ടം ചർച്ച ചെയ്യുമെങ്കിലും നന്ദ ഒന്നും പിന്നെ കാര്യമാക്കാൻ നിന്നില്ല. എന്നാൽ അമറിനോട് വല്ലാത്തൊരു ബഹുമാനവും സൗഹൃദവും ഉടലെടുത്തു. അല്ലെന്നെ നന്ദു, നിനക്കിപ്പോൾ ശരിക്കും അങ്ങനെയൊരു പ്രേമം തുടങ്ങിയ മോളെ. ഒന്ന് പോ ഗൗരി, അമർ സാറിനെ രക്ഷിച്ചുള്ള നന്ദിയുണ്ട്. ആ ഒരു റെസ്പെക്റ്റ് അല്ലാതെ. ഓ പിന്നെ ഈ റെസ്പെക്റ്റ് ഒക്കെ തന്നെയാ പിന്നീട് വലിയ ബന്ധത്തിലൊക്കെ എത്തുന്നത്. ആ എന്തായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ചെലവ് വേണം അല്ലേ ധനു? യെസ്, അത് പോയിന്റ്. ചെലവ് തരാൻ ഇവിടെ ഒന്നും നടത്തത്തില്ല ഞങ്ങള്. എൻ്റെ ഈശ്വര, ഇതിനൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? മനസ്സിലാക്കാനൊന്നുമില്ല, ദേ വരുന്നു. മുന്നോട്ട് നോക്കി പറഞ്ഞു ഗൗരി. നന്ദു തിരിഞ്ഞു നോക്കിയതും തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന അമറിനെ കണ്ടു. എന്നും പുഞ്ചിരിയോടെ അടുത്തേക്ക് വരുന്ന അമറിന്റെ മുഖത്തെ സങ്കടഭാവം കണ്ട് നന്ദു സംശയത്തോടെ നോക്കി. ശ്രീനന്ദ, താൻ പെട്ടെന്ന് വാ, ഒരു സ്ഥലം വരെ പോകണം. സർ, എന്താ? എങ്ങോട്ട് പോവാൻ? എടോ താൻ വാ, പ്രിൻസിപ്പൾ തന്നെ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചു. എന്താ സർ? എടോ അതൊക്കെ പറയാം, താനിപ്പോ വാ. പറയുന്നതിനോടൊപ്പം അമർ അവളെ നോക്കി പുറത്തേക്ക് നടന്നു. ഈ നന്ദു എന്താടി, എന്താ കാര്യമായിട്ടുണ്ടല്ലോ? അല്ലെങ്കിൽ സാറിങ്ങനെ. ശരിയാ ഗൗരി, ഞാൻ പോയിട്ട് വരാം. നീ നിൽക്ക്, ഞാനും കൂടെ വരാം. ഗൗരി കൂടെ വരുന്നു എന്ന് പറഞ്ഞു വല്ലാത്ത ആശ്വാസം തോന്നി നന്ദുവിന്. ഗൗരിയെയും കൂട്ടി അമറിന്റെ കൂടെ കാറിലേക്ക് കയറി നന്ദു. പോകുമ്പോഴെല്ലാം എങ്ങോട്ടാണെന്ന് ചോദിച്ചെങ്കിലും അമറൊന്നും മിണ്ടിയില്ല. പറയാം, നമ്മൾ പോവല്ലേ? അത്രമാത്രം പറഞ്ഞ് മൗനം പാലിച്ചു അവൻ. കുറച്ചു നേരത്തെ യാത്ര കഴിഞ്ഞ് അമറിന്റെ കാർ സിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് നിർത്തിയതും നന്ദുവിന്റെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി. സർ, എന്താ ഇവിടെ? അമർ ഒന്നും മിണ്ടാതെ കാർ പാർക്ക് ചെയ്ത് കാറിൽ നിന്നിറങ്ങി. നന്ദു അമറിന്റെ കൈകൾ പിടിച്ചു നിർത്തി. സർ, എന്താ കാര്യം നീങ്ങിലൊന്നും പറയണം സർ. ശ്രീനന്ദ, താൻ ടെൻഷൻ ആവരുത്. തൻ്റെ അച്ഛനൊരു ആക്സിഡന്റ്. എന്താ എന്താ പറഞ്ഞ്? അച്ഛൻ?
ഞെട്ടിലോടെ അവന്റെ കോളിൽ പിടിമുറുക്കി നന്ദു കൂൾ. അച്ഛനിപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തിട്ടുണ്ട്. തലക്കാണ് പരിക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ICUവില്ല. തന്നെ ICU റൂമിലുണ്ട്. അമർ പറഞ്ഞു നിർത്തിയതും അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് നന്ദു ആവിട്ട് കരഞ്ഞ് ICUവിന് മുന്നിലേക്ക് ഓടി. ICUവിന് മുമ്പിലെല്ലാം തകർന്നവളെ പോലെ ഇരിക്കുന്ന കീർത്തിയെ കണ്ട് നന്ദു ഓടിച്ചെന്നു. അമ്മ, അച്ഛൻ എന്താ പറ്റിയത് അമ്മ? അറിയില്ല മോളെ. അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ വേറെ ആരോ എടുത്ത് അവർ പറഞ്ഞ വിവരം അമ്മ ഇങ്ങോട്ട് ഓടി വന്നതാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദു കീർത്തിയുടെ തോളിലേക്ക് ചാരി. തങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെയെല്ലാം നന്ദുവിനെയും കീർത്തിയെയും ഗൗരി അമറും ആശ്വസിപ്പിച്ചു. ICUവിന് പുറത്ത് വിതുമ്പിലോടെ ഇരുന്നു അമ്മയും മോളും. ഹലോ ഡോക്ടർ സാറേ, കഴിഞ്ഞ ഡ്യൂട്ടി? ഒരു ചെറു ചിരിയോടെ അവൾ അവൻ്റെ ക്യാബിലേക്ക് കയറി ചെന്നു. ആ, എൻ്റെ മേഡൊന്നും വൈകിയല്ലോ. ഒന്നും പറയണ്ട ചേട്ടാ, റൗണ്ട്സ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ വൈകി. ആ, എനിക്കൊന്നൊരു സർജറി ഉണ്ടായിരുന്നു, ഒരു ആക്സിഡന്റ് കേസ്. ഓ, എന്നിട്ട് ആളും ഓക്കെയാണോ ചേട്ടാ? സർജറി സക്സസ്. കുറച്ച് റിപ്പോർട്ടൊക്കെ ചെയ്യാനുണ്ട്. താൻ ഫ്രീ അല്ലേ? താനും കൂടെ വാ, അത് കഴിഞ്ഞ് ഒരുമിച്ച് ഇറങ്ങാം. ശരി. ഇരുവരും കയ്യിലെ ഫയൽ നോക്കിക്കൊണ്ട് ICUവിലേക്ക് കയറി. അജയൻ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നൊന്ന് പരിശോധിച്ച ശേഷം നേഴ്സ് നൽകിയ റിപ്പോർട്ടെല്ലാം മറിച്ച് നോക്കി. എന്തു പറ്റിയാ ചേട്ടാ? ഏയ് ഇല്ല, റിപ്പോർട്ടൊന്നും കുഴപ്പമില്ല. തലക്കേറ്റ പരി കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. ഇപ്പോൾ റിക്കവറായി വരുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. ഇനിയൊരു 24 മണിക്കൂർ കഴിഞ്ഞേ എന്തെങ്കിലും കൂടുതൽ അറിയാൻ പറ്റൂ. ഡോക്ടർ, പുറത്തെയാളുടെ വൈഫ് മോൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അവരോട് ക്യാബിലേക്ക് വരാൻ പറഞ്ഞോളൂ. ഡോക്ടർ നേഴ്സിനെ നോക്കി പറഞ്ഞ് പുറത്തേക്ക് വന്നു. എടോ, താൻ വരുന്നില്ലേ? ദാ വരുന്നു. കയ്യിലെ ഫയൽ മടക്കി അടുത്ത് നിൽക്കുന്ന നേഴ്സിനെ നോക്കി ചെറുപുഞ്ചിരി നൽകി ബെഡിൽ കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞതും പ്രതിമ പോലെ സ്തംഭിച്ച് നിന്നുപോയി അവൾ. പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് അജയൻ തിരിഞ്ഞു നോക്കിയതും ഒന്ന് ചരിക്കാൻ പോലും കഴിയാതെ നിൽക്കുന്നവളെ കണ്ട് സംശയത്തോടെ അവളുടെ മുന്നിലേക്ക് ചെന്നു. ഡോ, എന്താടോ? അവളെ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചോ സ്വഭാവത്തിലേക്ക് എന്ന പോലെ ഞെട്ടിക്കൊണ്ട് അജയനെ നോക്കി. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. എന്താടോ, എന്താ? ഞൊടിയിടയിൽ അജയനെ തള്ളി നീക്കി അവൾ ബെഡിൽ കിടക്കുന്നവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. നന്ദേട്ടാ! അജയൻ അവിടെയുള്ള നേഴ്സുമാരും ഒന്നും മനസ്സിലാവാതെ ഉറ്റുനോക്കി. നന്ദേട്ടാ! കരച്ചിൽ ചീളുകൾക്കിടയിൽ എന്തോർത്ത പോലെ അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി ചുറ്റും കണ്ണോടിച്ചു. ഒരു സൈഡ് സീറ്റിൽ വാടിത്തളർന്നിരിക്കുന്ന കീർത്തിയെ ചലിക്കാനാവാതെ നോക്കി നിന്നു. പഴയ കീർത്തിയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. പഴയൊരു കോട്ടൺ സാരിയും അലസമായി കെട്ടിവെച്ച മുടിയും തളർന്ന് ക്ഷീണിച്ച മുഖവും. ഒരേ എങ്കിലോടെ അവൾക്കടുത്തേക്ക് ചെന്നു. കീർത്തി ചേച്ചി! തന്റെ തോളിൽ പതിച്ച കരസ്പർശം, പരിചിതമായ ശബ്ദം കേട്ട് കീർത്തി പതിയെ തിരിഞ്ഞു നോക്കി. വിടുന്ന കണ്ണുകളോടെ നോക്കി അവളെ. പല്ലവി! തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.